വെൽക്കം ടു എവറിബോഡി. ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക. കുറേ പേര് ഒരു വിവരമില്ലാത്തവർ പറയുന്നുണ്ട് തക്കാളി മൂത്രത്തിൽ കല്ലുണ്ടാവുന്നു. അത് വെറുതെ കേട്ടോ, മൂത്രത്തിൽ കല്ലുണ്ടാവുന്നു. തക്കാളി നിങ്ങൾ കഴിക്കണം, നിങ്ങൾക്ക് മക്കൾക്കൊക്കെ കൊടുക്കുക. തക്കാളി, വെണ്ടയ്ക്ക, ഈ വഴുതനങ്ങ ഇതൊക്കെ മക്കൾക്ക് കൊടുക്കണം. ചെറുപ്പത്തിലേ കൊടുക്കുക. തക്കാളി ഇഷ്ടം പോലെ കൊടുക്കുക. എത്ര പറ്റുന്നോ അത്രയും കൊടുക്കുക. എത്ര കൊടുക്കാൻ പറ്റുന്നോ അത്രയും കൊടുക്കുക തക്കാളി. കാരണം തക്കാളിക്ക് 7 ഗുണമുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിക്കകത്തിരിക്കുന്ന കല്ലുകളെ നശിപ്പിച്ച് കളയും. കിഡ്നിയിലുള്ള കല്ലുകൾ നശിപ്പിച്ച് കളയും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അത് ചിലവർ വെള്ളത്തരം പറയും, കിഡ്നിക്ക് കല്ലുണ്ടാവും, ഒലക്കര മൂടാണ് നിലക്കൊണ്ട്. അത് വിവരമില്ലാതെ അവർ പറയുന്നതാണ്. അറിയാവുന്ന ഡോക്ടർമാർക്ക് ചോദിക്കുക. എല്ലാ ഡോക്ടർമാർക്കും അറിയില്ല, അറിയാവുന്നവർ ചോദിക്കുക. കാരണം ഈ കിഡ്നിയിലെ കല്ലെല്ലാം അടിച്ച് പൊടിച്ച് കളയും ഈ സാധനം തക്കാളി. പിന്നെ പല പല കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കറിയിൽ ചേർക്കാം തക്കാളി, ഇറച്ചിക്കറി ചേർക്കാം, പിന്നെ മട്ടണിൽ ചേർക്കാം. എല്ലാ കറികളിലും തക്കാളി ചേർക്കണം. കാരണം ചിക്കനിൽ മെയിനായിട്ട് ചേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിക്കനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോണാണ്. ഈ ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 120 ദിവസം കൊണ്ട് വളരേണ്ട കോഴിയാണ് 35 ദിവസത്തെ. പണ്ടൊക്കെ 40 ദിവസമായിരുന്നു, ഇപ്പം 35-31 ദിവസം കൊണ്ട് പിടിക്കും. 5 കിലോ 6 കിലോ ഒക്കെ ആവും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ തക്കാളി ഉപയോഗിക്കുക. വെണ്ടയ്ക്ക ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വെണ്ടയ്ക്ക കൊടുക്കണം. പിള്ളേർക്ക് എല്ലാവർക്കും നല്ലതാണ്. അതുപോലെ വഴുതനങ്ങയ്ക്ക് ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് കൊടുക്കുക. അതുപോലെ തക്കാളിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്, അത്രയും ദിവസത്തിൽ നിങ്ങൾക്ക് തക്കാളി ഈ കഴിക്കാം. ഒരു മാസത്തിൽ എല്ലാ ദിവസവും തക്കാളി കഴിക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ UP, ബീഹാർ, ബോംബെ ഇവർക്ക് തക്കാളി ഇല്ലാത്ത ഒരു ജീവിതമില്ല. അവരൊക്കെ പിന്നെ കിഡ്നി സ്ട്രോങ് വന്ന് മരിക്കേണ്ടല്ലേ, കിഡ്നിയിൽ കല്ല് വന്നിട്ട്. അവർ ഒരു കറിയിൽ തക്കാളിയില്ലാത്ത കറിയില്ല. പച്ചയ്ക്ക് തിന്നാൻ തക്കാളി, സാലാഡിൽ തക്കാളി വേണം, കച്ചോമ്പറിൽ തക്കാളി വേണം, എല്ലാ കാര്യത്തിനും അവർക്ക് തക്കാളി വേണം. അവരുടെ കറികളിലൊക്കെ തക്കാളിയാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞങ്ങൾ നല്ല തക്കാളിയാണ്. ഇത് ഏത് തക്കാളിയും നമുക്ക് നല്ലതാണ്. തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സൈസും നമുക്ക് നല്ല തക്കാളിയാണ്. ആ തക്കാളി നമുക്ക് വാങ്ങിച്ച് സുഖമായിട്ട് മക്കൾക്ക് കൊടുക്കുക. നല്ല ഭക്ഷണം കൊടുക്കുക. തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ കുറേ കണ്ടൻസ് അടങ്ങിയിട്ടുള്ളതാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഇതിൽ കുറച്ചോളും. ഇപ്പം ചിലവർ പറയും മീൻ തിന്നുന്ന സമയത്ത് വെള്ളം കുടിക്കരുത്. അതൊക്കെ വെറുതെ പൊട്ടത്തന കേട്ടോ, വിഡ്ഢിത്തന, അകലാണ്ട കോടി വേണ്ട വിഡ്ഢിത്തനാണ് പറയുന്നത്. ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? അതിനാണ് നമുക്ക് കിഡ്നി വന്നിരിക്കുന്നത്. ഇപ്പം ചുമ്മാ നമ്മൾ ഇരിക്കുമ്പോൾ, ഒരിടത്തിരിക്കുമ്പോൾ 3 ലിറ്റർ 4 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിഡ്നി ദേഷ്യപ്പെടും. നല്ലപോലെ ജോലി എടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോ. നമ്മൾ നല്ലപോലെ ജോലി ചെയ്യുന്ന സമയത്ത് വെള്ളം ഇഷ്ടംപോലെ കുടിക്കണം. ചുമ്മാ ഒരിടത്ത് കയറി ഇരുന്നു കൊണ്ട പണിക്ക് എപ്പോഴെപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫെയിലാവും. അപ്പോൾ കിഡ്നി ഫെയിലായിരിക്കാൻ വേണ്ടി തക്കാളി ഉപയോഗിക്കണം. കഴിയുന്നത് മാക്സിമം നിങ്ങൾ നടക്കുക. എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക. ജിമ്മിൽ പോകുന്നത് നിർത്തുക. മറ്റേ റണ്ണിങ് മെഷീനുണ്ട്, ആ മെഷീനിൽ കയറി ഓടിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ സാധനം നല്ലപോലെ കഴിക്കണം. പല ആൾക്കാരെ വിഡ്ഢിത്തനം കേട്ടിട്ട് ചിലവർ പറയും അത് കഴിച്ചാൽ പിന്നെ കൊളസ്ട്രോൾ കുറയും, ഇത് കഴിച്ചാൽ അത് കുറയും. വെറുതെയാണ്. നമ്മൾ ഇതെല്ലാം ലിമിറ്റഡ് വാരി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിഡ്നി താങ്ങൂല. കാന്താരി ഒരുപാട് വാരി തിന്നാൽ കിഡ്നി താങ്ങൂല. ഒരു ദിവസം ഒരു കാന്താരി നല്ലത്, കാന്താരി ഒരുപാട് കഴിക്കാതിരിക്കാൻ നല്ലത്.
ബ്ലഡ് പച്ചവെള്ളമായിപ്പോൾ പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഇത് നിങ്ങൾ കഴിയുന്നത് ശ്രദ്ധിക്കുക. തക്കാളി നല്ലൊരു ഔഷധ സാധനമാണ് തക്കാളി. അതേപോലെ വെണ്ടയ്ക്ക, ഈ വഴുതനങ്ങ. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്നവർ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോകളൊക്കെ ഉണ്ടാവും കേട്ടോ.